ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്താ? കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ്. ഏതുള്ളത്? തൊട്ട് കാണിക്കാൻ പറയരുത്. പലപ്പോഴും ബോച്ചയുടെ കൂടുതലായിട്ട് വിമർശനം വരുന്നത് ഈ സംസാര ശൈലിയാണ്. അതായത് രണ്ടർത്ഥം വെച്ചുള്ള സംസാരം, ഡബിൾ മീനിങ് രീതിയിലുള്ള സംസാരം. ഈടായിട്ട് തന്നെ ഒരു ഉദ്ഘാടന വേദിയിൽ വെച്ചിട്ട് ഒരു നടിയെ, ഹണി റോസ് എന്ന നടിയെ ഈ കുന്തി ദേവിയായിട്ട് അഭിസംബോധന ചെയ്തെന്നുള്ള രീതിയിൽ കുറെ വിമർശനം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരുന്നത് പൊതുവേദിയിൽ വെച്ചിരുന്നത് ശരിയാണോ? അങ്ങനെ രീതിയിലാണ്. അല്ല, അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീനെ പറഞ്ഞോളൂ, വെടിന്ന് പറഞ്ഞിട്ടില്ലേ? അയ്യോ, എന്ത് നല്ല തറവാട്ട് പറഞ്ഞ ഡയലോഗുകളാ. ഇതുപോലത്തെ കിണ്ണം കാച്ചിയ തറവാട്ട് പറഞ്ഞ ഡയലോഗ് കിട്ടണമെങ്കിൽ ഇയാളുടെ വായിൽ നിന്ന് തന്നെ വരണം. ഇത് കണ്ട് ആസ്വദിച്ച്, ഇത് കണ്ട് കൈയടിച്ച്, ഇത് കണ്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത് റീലിട്ട് കളിച്ചവരാണ് നമ്മളെല്ലാവരും. ഈ നാട്ടിലെ മലയാളികളിൽ ഭൂരിപക്ഷം ആൾക്കാരും ഇങ്ങനത്തെ നല്ല ഡയലോഗുകൾ, തറവാട്ട് പറഞ്ഞ ഡയലോഗ് കേട്ടോ, ഇങ്ങനത്തെ കേൾക്കുമ്പം നമുക്ക് ഭയങ്കര പുളകം കൊള്ളും. പുളകം കൊണ്ട് നമ്മളതങ്ങ് സ്റ്റാറ്റസ് ആക്കി വരെ ഇട്ടിട്ടുണ്ട് ഇന്നലെ വരെ. ഇന്ന് ഹണി റോസ് എന്നുള്ള നടി നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളിക്കാരി ഒരു പോസ്റ്റ് കണ്ടിട്ട്, പുള്ളിക്കാരിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടിട്ട്, ആ പോസ്റ്റിൽ നിങ്ങളെല്ലാവരും കേട്ടാണ്, ഇപ്പം എല്ലാവരും ന്യൂസ് കണ്ടിട്ടുണ്ടാവും. അതായത് ഇതായിരുന്നു ആ പോസ്റ്റ്. ഞാൻ ജസ്റ്റ് വായിക്കാം. ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെൻറ്റ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു. അതായത് ഒരു വ്യക്തിയുടെ പേരൊന്നും പറയുന്നില്ല, ഈ ദ്വയാർത്ഥത്തിൽ, അതായത് ഇരട്ട അർത്ഥം, രണ്ടർത്ഥമുള്ള വാക്കുകൾ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവരുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് രസിച്ചിരിക്കുകയാണോ അതോ സ്വയം നിങ്ങൾ അങ്ങനെയാണോ എന്ന് അടുപ്പുള്ളവർ ചോദിക്കുമ്പം എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്നാണ് ഹണി റോസ് പറഞ്ഞത്. ഇത്രയും കാലം മിണ്ടിയില്ല, ഇന്നാണ് മിണ്ടാൻ തോന്നിയത്. അതായത് ഈ അമൃതം ഒരു ലിമിറ്റിൻ്റെ മേലോട്ട് പോയാൽ അതും വിഷം തന്നെയാണല്ലോ. ഈ അമൃതം പോട്ടെ, നമ്മൾ സഹിച്ച് ഇരിക്കുന്നതിനൊരു പരിധി ഉണ്ട്. അണ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പാണെങ്കിലും കടിക്കുന്നത്, അപ്പുറത്തുള്ളത് ബോച്ചയാണെങ്കിലും വേണ്ടില്ല, ബോച്ചേൻ്റെ അങ്ങ് ഏത് കൊമ്പത്തുള്ളവന്മാരാണെങ്കിലും വേണ്ടില്ല, കടിക്കേണ്ട സമയത്ത് കടിക്കേണ്ടി വരും. അതാണിപ്പം നമ്മുടെ ഹണി റോസ് ചെയ്തത്. നമുക്കറിയാം, ഹണി റോസിനല്ല അത്തരത്തിലുള്ള പല നടിമാരെയും കൊണ്ട് ഇയാളുടെ പല പ്രൊജക്റ്റുകളും ഉദ്ഘാടനം ചെയ്യുന്നു. അവിടെ പോകുന്നു, ഇവിടെ പോകുന്നു, അല്ലാത്ത പ്രൊജക്റ്റുകൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. അവിടെ നിന്നൊക്കെ ഇത്തരത്തിലുള്ള തറവാട്ട് പറഞ്ഞ ഇയാളുടെ തറവാട്ട് പറഞ്ഞ ഡയലോഗ് കേട്ടോ. ഞാൻ നമ്മുടെ ഒന്നും കാര്യമില്ല പറഞ്ഞത്. ഇയാളുടെ തറവാടിൻ്റെ മഹിമ കാണിക്കുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള ഡയലോഗുകൾ ഇയാളെപ്പോഴും പറയാറുണ്ട്. അത് കേട്ട് ചിരിക്കാറുണ്ട്. ഞാനല്ല, നമ്മളല്ല, എല്ലാവരും. അങ്ങനെ ഒരാളെ മാത്രം കുറ്റം പറയുന്നില്ല, എല്ലാവരും കേട്ട് ചിരിച്ച് കൈയടിക്കാറേ ഉള്ളൂ. ഇയാളെ കുറ്റം പറഞ്ഞ ആളുകൾ വളരെ ചുരുക്കം കുറച്ച് ആൾക്കാരായിരിക്കും ഇയാൾ ഇത്തരത്തിൽ സംസാരിച്ചപ്പം ഇയാൾ എതിർത്ത് സംസാരിച്ച് വന്നിട്ടുള്ളത്. അയാളുടെ പണം കൊണ്ടാണോ ഇയാളോണ്ടുള്ള പേടി കൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്താണെങ്കിലും ബാക്കി പോസ്റ്റ് വായിക്കാം. പ്രസ്തുത വ്യക്തി പിന്നീടും ചടങ്ങുകൾക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാതെ വിസമ്മതം പ്രകടിപ്പിച്ചത് പ്രതികാരമെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്നിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്തു. സത്യമാണ്. അതായത് 1-2 ഉദ്ഘാടനത്തിനൊക്കെ ഹണി റോസ് ഇയാളുടെ കൂടെ പോയി നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ഇയാളുടെ തറവാട്ടിൽ പറഞ്ഞ ഡയലോഗ് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ ഡയലോഗ് നമുക്കറിയാം, കുന്തി ദേവിയുടെ ഡയലോഗാണ്. ഇയാൾ ആ കുന്തി ദേവിയുടെ ഡയലോഗ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിന് കഴിഞ്ഞ ദിവസം ഒരു 6 ദിവസം മുമ്പ് ഇയാളൊരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ അയാൾ എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചത്, അതായത് ഇങ്ങനത്തെ ചോദ്യങ്ങളാണ് ഇൻ്റർവ്യൂസ് വന്നിരുന്ന് ചോദിക്കുന്നത്. അതായത് ഇയാളുടെ വായിൽ നിന്ന് ഇങ്ങനത്തെ ഇരട്ട അർത്ഥത്തിലുള്ള ഇങ്ങനത്തെ തറവാട്ട് പറഞ്ഞ വാക്കുകൾ വീണ് കഴിഞ്ഞാൽ നമുക്കത് വെച്ച് കൊണ്ടാടാമല്ലോ അല്ലേ. നമുക്ക് കുറേ വ്യൂസ് വരും, കുറേ ലൈക്സ് വരും, നമ്മുടെ ചാനലൊന്ന് പച്ചപ്പിടിക്കും. ഇതൊക്കെ വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. അതിന് ഇയാൾ കൊടുത്തൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്, കുന്തി ദേവി എന്ന് ഇയാൾ വിളിക്കാനുള്ള കാരണം. ആ എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ടു. ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത്. ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട്, കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു. പിന്നെ എന്താ പറയാ, ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ, അക്ഷരങ്ങളൊന്നും. അക്ഷരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക, അങ്ങനെ എഴുതുക. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കുന്തിദേവിയായിട്ട് സാദൃശ്യം, ഇയാൾ കുന്തിദേവിൻ്റെ കൂടെ ആയിരുന്നു ജനിച്ചിരുന്നത്, അല്ലെ കുന്തിദേവിൻ്റെ കൂടെ ആയിരുന്നു കളിച്ച് കടന്നിരുന്നത്? കുന്തിദേവിൻ്റെ ഫോട്ടോ വല്ലതും ഇയാൾ കണ്ടിട്ടുണ്ടോ? അല്ല അവരുടെ സ്വഭാവ ഗുണങ്ങൾ എന്താണെന്ന് ഇയാൾക്ക് അറിയോ? ഹണി റോസിൻ്റെയും കുന്തിദേവിൻ്റെയും എവിടം കൊണ്ടാണ് നിങ്ങൾക്ക് സ്വാമ്യം തോന്നിയത്?
ഈ ഒരൊറ്റ വാക്ക് തന്നെ നമുക്കറിയാം ഞാൻ ഉദ്ദേശിച്ച ചെറ്റത്തരമാണ്, എൻ്റെ തറവാട്ട് മഹിമയാണ് ഞാൻ ആ പറഞ്ഞത്. അതല്ലാണ്ട് കുന്തി ദേവിനോട് സാദൃശ്യമുള്ളതുകൊണ്ടും അല്ലെങ്കിൽ ഹണി റോസിന് അങ്ങോട്ട് ഇയാൾ കുന്തി ദേവി ആക്കിയതല്ല എന്ന് ഏത് വിവരം ഇല്ലാത്തവന് പോലും മനസ്സിലാവും. അത് മനസ്സിലാക്കാത്ത ഇയാളും ഇയാളെ കേട്ടിരിക്കുന്ന ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുമാണ്. കുന്തി ദേവി ഒരു സാദൃശ്യം, ഇയാൾ എവിടം കൊണ്ടാണ് കുന്തി ദേവിൻ്റെ സാദൃശ്യമൊക്കെ ഉണ്ട്? ഇപ്പം അയാൾ പറയുകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ മോളുമായിട്ട് സാദൃശ്യമുണ്ട്, എൻ്റെ ഭാര്യയായിട്ട് സാദൃശ്യമുണ്ട്, എൻ്റെ അമ്മയായിട്ട് സാദൃശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ്. എനിക്ക് ഹണി റോസിനെ കണ്ടപ്പോൾ ഇവരുമായിട്ട് സാദൃശ്യം തോന്നിയെന്ന് പറയാം. അല്ലാണ്ട് പുരാണങ്ങളിലുള്ള ഒരാളെ പേര് വെച്ചിട്ട് അയാളെ എന്തർത്ഥം, എന്തുകൊണ്ട് അയാൾ സാദൃശ്യം കണ്ടത്, എന്ത് വിവരം കെട്ട വർത്താനം അയാൾ പറഞ്ഞത്? എന്നിട്ട് അതിനും നമ്മൾ കൈയടിച്ചില്ലേ? അത് കണ്ടിട്ട് കൈയടിച്ച് അത് എന്താ പറയുക, തമ്മിലാക്കിയിട്ടിട്ടുള്ള എത്ര വീഡിയോസ് വന്ന് നിങ്ങൾ കണ്ടിരുന്നോ? ഇതാ പറഞ്ഞത്, ഇയാൾ ചെറ്റത്തരേ പറയുള്ളൂ. അയ്യോ അങ്ങനെ പറയാൻ പാടില്ല. ഇയാളുടെ തറവാട്ട് മഹിമ ഇയാൾ പറയുള്ളൂ, അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ സംസാരിക്കില്ല. ഞാൻ അവിടെ കൊണ്ടും തീരുന്നില്ല. അതായത് ഒരു വലിയ പോസ്റ്റാണത്. ആ പോസ്റ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം, നിങ്ങളത് വായിച്ചോ. അതായത് അണമുട്ടി ഇയാൾ വർത്തമാനം പറഞ്ഞ് അവസാനം അണമുട്ടിയപ്പം അങ്ങോട്ട് വായിന്ന് വീണുപോയി. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ഹണി റോസ് മാത്രമായിരിക്കണമെന്നല്ല, ഇങ്ങനത്തെ ഒരുപാട് നടിമാരെ പിന്നാലെ ഇയാൾ നടക്കുന്നുണ്ടാവും പല രീതിയിലും. ഇയാൾ തന്നെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാര്യം പറയുന്നുണ്ട്, അതോടൊന്ന് കേൾക്ക്. ബോച്ചെ അവിടെ ഹണി റോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ. ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ചത്? എങ്ങനെ കിട്ടോ? എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ സത്യത്തില്. ഞാൻ ഈ നടിമാരായിട്ട് യാതൊരു ബന്ധവുമില്ല. കിട്ടും മോന്തയുടെ ഷേപ്പ് അങ്ങോട്ട് മാറി കിട്ടും. അതാണ് ഇപ്പോൾ ഹണി റോസ് പറഞ്ഞത്. ഇനി ഞാൻ അവരുടെ പിന്നാലെ നടന്നാൽ തൻ്റെ മോന്തയുടെ ഷേപ്പ് മാറും എന്ന് അവർ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ പോലീസുകാരും നമ്മുടെ നിയമമൊക്കെ എത്രത്തോളം ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വന്ന അയാളെ അറസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇയാളെ പിടിച്ച് പോലീസിൽ അത് ജാമ്യമില്ലാത്ത കുറ്റമാണ് ചെയ്യും എന്നൊക്കെ ഉള്ളത് നമുക്ക് ചിന്തിച്ചാൽ മതി. പക്ഷേ നേരിട്ട് എങ്ങനെ നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹണി റോസ് കൊടുത്തെന്ന് വരും ഇയാളുടെ ചൊണ്ണക്ക്, അതുറപ്പാണ്. അപ്പം ഇത്തരത്തിലുള്ള ചിന്താഗതിയാണ് ഇയാളുടെ. ഇയാൾ ഇത് പറഞ്ഞിട്ട് ഇയാൾ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നുമല്ല, നടിമാരങ്ങനെയൊന്നുമല്ല. അതായത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഒരു സ്വയം പുഷ്പിക്കലുണ്ടല്ലോ, ആ പരിപാടിയാണത്. ഞാൻ വലിയൊരു സംഭവമാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രസ്താവന, എക്സ്പ്ലനേഷനാണ് ഇയാൾ കൊടുത്തത്. അപ്പോൾ ഇയാളുടെ സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഇയാളെ കൊട്ടി ഘോഷിച്ചിട്ടേ ഉള്ളൂ നമ്മളെല്ലാവരും. കഴിഞ്ഞ ദിവസം വേറെ ഇൻ്റർവ്യൂ കണ്ട്, അതിൽ നമുക്കറിയാം ഇയാളോട് ആര് സംസാരിക്കാൻ പോലെ ഇയാൾ രണ്ടർത്ഥത്തിലേ ഇയാൾ സംസാരിക്കാറുള്ളൂ. അതായത് ഒരർത്ഥം അയാളെ സ്വന്തം സേഫാക്കാൻ വേണ്ടിയിട്ടുള്ള അർത്ഥം, രണ്ടാമത്തെ അർത്ഥം സമൂഹം ഏറ്റെടുത്ത് എന്നെ ഒരു മഹാപുരുഷനാക്കണം എന്നുള്ള രീതിയിലുള്ള അർത്ഥം. ആ രണ്ടർത്ഥങ്ങളെ ഇയാൾ പറയാറുള്ളൂ, അല്ലാത്ത അർത്ഥങ്ങളൊന്നുമല്ല ഇയാൾ പറയാറ്. സർഗാസ്റ്റിക്കായിട്ട് ഇയാൾ പറയുക എന്ന് പറഞ്ഞാൽ പച്ച സെക്ഷുവാലിറ്റി അയാൾ പറയുന്നത്, വേറെ ഒന്നുമില്ല. അല്ലാണ്ട് ഇയാൾ വേറെ ഒരു സർഗാസും അല്ല പറയുന്നത്, സെക്ഷുവാലിറ്റിയാണ് ഇയാളുടെ ദ്വയാർത്ഥത്തിലെ സെക്കൻഡ് ആയിട്ടുള്ള മീനിങ് എപ്പോഴും വരാറ്. കഴിഞ്ഞ ദിവസം ഇയാൾ വേറൊരു ഇൻ്റർവ്യൂവിന് കൊടുത്ത ഇയാളെ ആക്ഷൻസ് ഒന്ന് കണ്ടുനോക്കുന്നുണ്ട്. എന്നെ ഉപദ്രവിക്കാതിരിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പറഞ്ഞു തുടങ്ങിയാൽ ഞാൻ പിന്നെ ഒടുക്കത്തെ വർത്താനം പറയും. തെറി പറയുമ്പോൾ എനിക്ക് ചെറിയ തെറിയൊന്നും പറയാൻ അറിയില്ല. ഇപ്പൊ കൊണ്ടും കൊടുത്തു വന്നതാണ്. അന്ന് തോക്കൊക്കെ പ്ലരയിലുണ്ടാവും. ഗണ്ണുണ്ടോ? ആ പിന്നെ ഉണ്ടയുണ്ടോ ഇങ്ങനെ ചോദിച്ചാൽ പിന്നെ മനസ്സിലായി. ഇതിന്റെ ഉണ്ട ഇങ്ങനെ നീണ്ടായിരിക്കുക, ഈ ഉണ്ടയല്ല അത്. ഉണ്ടയില്ലാതെ വെടിവെക്കാൻ പറ്റില്ല. വെടിവെപ്പ് വളരെ ചെറുപ്പം മുതൽ എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. ഹണി റോസിനെ എന്തിനു കുന്തി ദേവി ഉപമിച്ച് പറഞ്ഞല്ലോ, അങ്ങനെ എന്തോ? കുന്തി ദേവി എന്ന് വിളിക്കാൻ കാരണം എന്താ? നിങ്ങൾക്ക് അത് കൂടുതലുള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് പലരും പലതും പറഞ്ഞു. അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന്. റോങ് രീതിയിൽ ഇതുള്ളത് കൊണ്ടാണ്. തൊട്ട് കാണിക്കാൻ പറയരുത്. എങ്ങനെയുണ്ട്? നല്ല കിടലൻ ആക്ഷൻ അല്ലേ? ഇയാളുടെ തറവാട്ട് പിറന്ന ആക്ഷൻ. നമ്മൾ തറവാട്ട് പിറന്ന ഇയാളുടെ ഡയലോഗ് എന്ന് പറഞ്ഞ പോലെ തന്നെ സ്വന്തം തറവാട്ട് പിറന്ന നല്ല കിടലൻ ആക്ഷനും ഇയാൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കേട്ട് ചിരിച്ചിരുന്ന ആ ഒരു അവതാരിക ഒരു ഉളുപ്പില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. നമ്മൾ പലരെയും, നടിമാരെയും ബാക്കിയുള്ള പലരെയും അവരെ വായിന്ന് വീകുന്ന ഓരോ വേർഡ്സ് കിട്ടിക്കഴിഞ്ഞാൽ മുറിച്ച് കീറിയിട്ട് അവരങ്ങ് ഭിത്തി കയറ്റുന്ന ആൾക്കാരെ നമ്മളൊക്കെ അല്ലേ? അപ്പം ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കുന്നത് അതെന്തിൻ്റെ പേരിലാണെങ്കിലും അത് കേട്ട് ചിരിച്ച് ഉല്ലസിച്ച് അയാളുടെ കൂടെ അയാളോട് വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന അവതാരിക ഇന്ത്യൻ സ്റ്റാൻഡേർഡ്, അല്ലെങ്കിൽ ആ പ്രോഗ്രാം പ്രൊഡ്യൂസറിൻ്റെ ഒരു അവസ്ഥ. സ്റ്റാൻഡേർഡൊക്കെ നമുക്കറിയാം. പണ്ടൊരിക്കലും ഒരു നടിനോണ്ട് നിങ്ങൾ കൂടെ കിടന്നിട്ടാണോ എന്താ പറയുക നിങ്ങൾക്ക് ചാൻസ് കിട്ടുന്നത് വെച്ചപ്പം എല്ലാവരും കൂടെ മാസമായിട്ട് വന്ന് ആ മറ്റേ അവതാരികനെ അങ്ങ് ഒതുക്കിയിരുന്നു. എന്തൊക്കെ കുറ്റങ്ങളും പറഞ്ഞിട്ട്, സത്യമാണ് ഞാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കുറ്റങ്ങൾ പറയുമ്പം നമുക്ക് ഭയങ്കര ഇതാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂരിനോട് നമ്മൾ സംസാരിക്കുമ്പം ഇതുപോലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ കൈയടിക്കപ്പെടുന്നു. ആരും കുറ്റം പറയാൻ പോകില്ല, അവതാരികനെയും കുറ്റം പറയാൻ പോകില്ല, പ്രോഗ്രാം പ്രൊഡ്യൂസറെയും കുറ്റം പറയാൻ പോകില്ല. അത് ഭയങ്കര എന്താ പറയുക തറവാട്ട് പറഞ്ഞ സംഭവങ്ങളായതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരുതരം പുളകമാണ്. സ്വയം പുഷ്പിച്ചുകൊണ്ടിരിക്കും നമ്മളത് കേട്ടിട്ട്.
ഇതാണ് അവസ്ഥ. ഇയാൾക്ക് വളം വെച്ച് കൊടുത്തത് നമ്മളൊക്കെ തന്നെയാണ്. ഇയാൾ ആ വളത്തിൻ്റെ മേലാണ് ഇയാൾ കളിക്കുന്നത്. പൈസയും കാര്യങ്ങളും ബിസിനസ്സും ഒക്കെ വേറെ അയാൾ ചെയ്യുന്നുണ്ട്. പക്ഷേ പൈസയും കാര്യം ബിസിനസ് ചെയ്യുന്ന ഒരു 100 ആയിരക്കണക്കിന് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരാരും വന്നിട്ട് ഫെയിമിന് വേണ്ടി ഇങ്ങനത്തെ ചെറ്റത്തരം പറയാറില്ല, ഇങ്ങനത്തെ സെക്ഷുവാലിറ്റി പറയാറില്ല. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടല്ല മറ്റവരാരും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ചെയ്യാറ്. മാർക്കറ്റിംഗ് പലരും പല രീതിയിലും ചെയ്യാറുണ്ട്. ഇയാളേക്കാൾ വലിയ ബിസിനസ്സുകാരുണ്ട്, ഇയാളൊക്കെ താഴ്ന്ന ബിസിനസ്സുകാരുണ്ട്. മാർക്കറ്റിംഗ് അവരൊക്കെ ചെയ്യാറുണ്ട്. പക്ഷേ ഇയാൾ ചെയ്യുന്ന മാർക്കറ്റിംഗ് സെക്ഷുവാലിറ്റി മാർക്കറ്റിംഗ് വരും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാർക്കറ്റ് ചെയ്തിട്ട് സ്വയം ഞാനൊരു ദിവ്യപുരുഷനാണ്, എൻ്റെ പിന്നാലെയാണ് പെണ്ണുങ്ങൾ നടക്കുന്നത്, ഞാൻ ഇങ്ങനെ ഞൊടിച്ചു കഴിഞ്ഞാൽ ഏത് നടിമാരും ഏത് ബാക്കിയുള്ളവരും എൻ്റെ പിന്നാലെ വരും എന്ന് തോന്നിപ്പിച്ച് ചില ആളുകളുണ്ട്. അങ്ങനെ ഞാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം. ഞാൻ അങ്ങനെ ഞൊടിച്ചു കഴിഞ്ഞാൽ എൻ്റെ പെണ്ണുങ്ങളുടെ പിന്നാലെ വന്ന് കിടക്കും. ഈ സംസാരമാണ്. അതിൽ സ്വയം മനസ്സുഖം കണ്ടെത്തുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഒരാൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഇയാളതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മീഡിയ ഒക്കെ അതിന് സപ്പോർട്ടേ ചെയ്തിട്ടുള്ളൂ, ആരും ഇയാളെ അപ്പോസ് ചെയ്തിട്ടില്ല. അതിനെ എളുപ്പം നടന്ന് അണ പൊട്ടിക്കഴിഞ്ഞപ്പം അറ്റ്ലീസ്റ്റ് ഹണി റോസിനെങ്കിലും അതൊന്നും പറയാൻ തോന്നി. ചിലപ്പോൾ അതിൻ്റെ പിന്നാലെ ഇയാൾ പറഞ്ഞ ചെറ്റത്തരം പറഞ്ഞ് പലരും വരാനും ചാൻസ് ഉണ്ട്. ഇതിലങ്ങ് നിൽക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനത്തെ ആൾക്കാരെ വളർത്തുന്നതും തളർത്തുന്നതും ഒക്കെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയും ഈ പറഞ്ഞ മീഡിയ ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിനെതിരെ സംസാരിച്ച് വരുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതിൽപ്പെട്ട ഒരാളാണ് ഹണി റോസ്. ഇപ്പോൾ അവർ പുറത്തോട്ട് വരികയും ചെയ്തു. അല്ലാണ്ട് ഇതിൽ വലിയ സംഭവം പറയാനൊന്നുമില്ല. ഇയാൾ ഇങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാം. ഒരാൾ ആദ്യമായിട്ട് പുറത്തോട്ട് വന്ന് സംസാരിച്ചപ്പം ഇതൊരു വിഷയമായി. 2 ദിവസം കൊണ്ട് ഇത് തീരും, അത്രേ ഉള്ളൂ. ഇനി പിന്നിൽ ബാക്ക് ടു ബാക്ക് ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുത്തെങ്കിലേ, അതല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇതങ്ങ് കത്തി കയറി നിൽക്കും. വീണ്ടും അയാൾക്ക് കുറച്ച് ബൂസ്റ്റ് കിട്ടും, അയാൾ വീണ്ടും ലൈം ലൈറ്റിൽ ഇങ്ങനെ വന്ന് നിൽക്കും. ഇത്ര നടക്കാൻ പോകുന്നുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ കണ്ടോ.